عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونستغفره ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله السميع العليم من الشيطان الرجيم. ولقد كرمنا بني آدم وحملناهم في البر والبحر ورزقناهم من الطيبات وفضلناهم على كثير ممن خلقنا تفضيلا. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെയും അവൻ്റെ പ്രവാചകന്റെയും ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൽ എന്നും കാത്തു സൂക്ഷിക്കുവാൻ അള്ളാഹു തൗഫീക്ക് നൽകിയ സ്വാലിഹീങ്ങളായ മുവക്കിദുകളുടെ കൂട്ടത്തിൽ നമ്മളെയും കുടുംബത്തിലെ എല്ലാ അംഗങ്ങളെയും മുസ്ലിം ഉമ്മത്തിനെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ നിങ്ങൾക്ക് ഓതി കേൾപ്പിച്ച ആയത്ത് സൂറത്ത് ഇസ്രായേലിലെ 70-ാമത്തെ വചനമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമകളെ എത്രത്തോളം ബഹുമാനിച്ചിരിക്കുന്നു, ആദരിച്ചിരിക്കുന്നു എന്നറിയിക്കുന്ന ഒരു വചനമാണിത്. വലഖദ് കറംന, തീർച്ചയായും നാം ആദരിച്ചിട്ടുണ്ട്, ബനി ആദമ, ആദമിന്റെ മക്കളെ അഥവാ മനുഷ്യരെ, വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ, മനുഷ്യനെ അള്ളാഹു ആദരിച്ചിരിക്കുന്നു എന്നതിന് തെളിവാണ് കരയും കടലും അവന് നാം സഞ്ചാരയോഗ്യമാക്കി കൊടുത്തു എന്നത്. വറസഖ്നാഹും മിനത് തയ്യിബാതി, ഏറ്റവും നല്ല വിശിഷ്ടമായ ഉപജീവനം അവന് നൽകി. നല്ല വസ്ത്രം, നല്ല പാർപ്പിടം, നല്ല വാഹനം, അങ്ങനെ എല്ലാം നല്ലത് ഞാൻ അവന് നൽകി. അത് അള്ളാഹു മനുഷ്യനെ ആദരിച്ചതിനുള്ള തെളിവാണ്. നമ്മുടെ വീട്ടിലൊരു വിശിഷ്ട അതിഥി വരികയാണെങ്കിൽ എന്താ ചെയ്യുക? നമ്മള് അവിടെയൊക്കെ വൃത്തിയും വെടുപ്പുമാക്കും. അവർക്കുള്ള ഏറ്റവും നല്ല ഭക്ഷണമാണ് തയ്യാറാക്കുക. അവരെ ആദരിക്കുന്നതിന് തെളിവാണത്. അപ്പൊ അള്ളാഹു പറയുന്നതും അത് തന്നെയാണ്. അവർക്ക് ഏറ്റവും നല്ല ഉപജീവനത്തിന്റെ മാർഗം ഞാൻ നൽകിയത് മനുഷ്യനെ ഞാൻ ആദരിച്ചതിന് തെളിവാണ് എന്നുള്ളതാണ്. നമ്മുടെ സൃഷ്ടികളിൽ മിക്കവരെക്കാളും മനുഷ്യനെയാണ് ഞാൻ ആദരിച്ചിട്ടുള്ളതും ബഹുമാനിച്ചിട്ടുള്ളതും എന്ന് അള്ളാഹു പറയുകയാണ്. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ ആദരിച്ചതിന് മറ്റൊരു തെളിവായി പറയുന്നത്, إذ قال ربك للملائكة إني خالق بشرا من طين فإذا سويته ونفخت فيه من روحي فقعوا له ساجدين فسجد الملائكة كلهم أجمعون. إذ قال ربك للملائكة, അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് പറഞ്ഞ സന്ദർഭം, ഇന്നി ഖാലിഖുൻ ബശറൻ മിൻ തീൻ, കളിമണ്ണിൽ നിന്ന് നാം ഒരു മനുഷ്യനെ സൃഷ്ടിക്കും. ഫഇദാ സവ്വൈതുഹു, അങ്ങനെ സൃഷ്ടിപ്പ് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ, വനഫഖതു ഫീഹി മിർ റൂഹി, എന്റെ ആത്മാവിൽ നിന്ന് ഞാൻ അവന് ജീവൻ നൽകും. അപ്പൊ മനുഷ്യന് ജീവൻ നൽകിയത് അള്ളാഹുവിന്റെ റൂഹിൽ നിന്നാണ്. അതും അള്ളാഹു മനുഷ്യനെ ആദരിച്ചതിന്റെ ഒരു തെളിവാണ് എന്നുള്ളതാണ്.
അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ആ ആദമിന് നിങ്ങളെല്ലാവരും സുജൂദ് ചെയ്യണം. മലക്കുകൾ ഒന്നടക്കം ആദമിന് സുജൂദ് ചെയ്തു എന്നതാണ്. അപ്പൊ ആദമിന് സുജൂദ് നൽകിയതും അള്ളാഹു മനുഷ്യനെ ആദരിച്ചതിന് തെളിവാണ് എന്നുള്ളതാണ്. അത് ആരാധനയുടെ സുജൂദല്ല, ആദരവിന്റെ സുജൂദാണ് എന്നാണ് പണ്ഡിതന്മാരും നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിച്ച മനുഷ്യനെ അനാദരിക്കുക എന്നത് മനുഷ്യനോട് മനുഷ്യൻ ചെയ്യുന്ന അനാദരവ് മാത്രമല്ല, അത് സൃഷ്ടാവിനോടുള്ള അനാദരവും അപമര്യാദയും കൂടിയാണ് എന്നാണ്. അപ്പൊ അള്ളാഹു ആദരിച്ച മനുഷ്യനെ ആദരിക്കല് അള്ളാഹുവിനെ അനുസരിക്കലാണ്, അള്ളാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കൽ കൂടിയാണ് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ആദരിക്കേണ്ടവരെ ആദരിക്കുക എന്നത് ഞാൻ പറഞ്ഞതുപോലെ സൃഷ്ടാവിനോടുള്ള അനുസരണയും സൃഷ്ടികളുടെ അവകാശവുമാണ് എന്നുള്ളതാണ്. ഒരിക്കൽ ഒരു വൃദ്ധനായ ഒരു സ്വഹാബി വര്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ വരികയുണ്ടായി. ഈ സംഭവം അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ അദ്ദേഹം റിപ്പോർട്ട് ചെയ്ത ഇപ്രകാരമാണ്: നബിയെ ഒന്ന് കാണാനുള്ള ആഗ്രഹത്തോടു കൂടി ഒരു വൃദ്ധനായ മനുഷ്യൻ പ്രവാചകന്റെ വീട്ടിൽ വന്നു. നബിയെ കാണാൻ ജനങ്ങൾ സമ്മതിച്ചില്ല. അദ്ദേഹത്തിന് വിസമ്മതം പ്രകടിപ്പിച്ചു. അദ്ദേഹത്തെ നബിന്റെ അടുക്കിലേക്ക് പോകാൻ സമ്മതിച്ചില്ല. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുകയുണ്ടായി. അപ്പൊ നബി പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലൈസ മിന്നാ മൻ ലം യർഹം സഗീറനാ വയുവഖിർ കബീറനാ. നമ്മളിൽപ്പെട്ടവനല്ല ആര്? ചെറിയവരെ സ്നേഹിക്കാത്തവരും വലിയവരെ ബഹുമാനിക്കാത്തവരും നമ്മളിൽപ്പെട്ടവനല്ല. എന്ന് വെച്ചാൽ അവൻ അറബിയല്ല എന്നോ ഖുറൈശി അല്ല എന്നല്ല പറഞ്ഞത്, അവൻ മുസ്ലിം അല്ല. അപ്പൊ വലിയവരെ ബഹുമാനിക്കുക എന്നുള്ളത് അത് വല്ലാത്തൊരു അംഗീകാരമാണ് ഇസ്ലാം അവർക്ക് നൽകുന്നത് എന്നാണ്. ആദരിക്കാത്തവൻ മുസ്ലിം അല്ല എന്നാണ് പ്രവാചകൻ ഇവിടെ പഠിപ്പിക്കുന്നത്. അബ്ദുല്ലാഹ് ബിൻ അംർ റളിയല്ലാഹു അൻഹു നിന്ന് ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ പറയുകയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലൈസ മിന്നാ മൻ ലം യർഹം സഗീറനാ. നമ്മളിലെ ചെറിയവരെ അഥവാ കുട്ടികളോട് കരുണ കാണിക്കാത്തവൻ മുസ്ലിം അല്ല. നമ്മളിലെ മുതിർന്നവരുടെ അവകാശങ്ങളെ കുറിച്ച് മനസ്സിലാക്കാത്തവരും. അപ്പൊ മുതിർന്നവരോടുള്ള ആ ബഹുമാനവും അവരോടുള്ള അവകാശവും മനസ്സിലാക്കൽ കൂടി നമ്മുടെ കടമയാണ് എന്നുള്ളതാണ്. നാം ചിലപ്പോ പറയാറുണ്ട്, ചിലരെ കുറിച്ചൊക്കെ പറയാറുണ്ട് എന്ത് ചില അഭിപ്രായങ്ങൾ, മറ്റു ചിലരെ കുറിച്ച് നമ്മൾ പറഞ്ഞ അഭിപ്രായങ്ങൾ എന്താണ്? സത്യം പറഞ്ഞാൽ ആ പറഞ്ഞതാണ് ശരി, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തതാണ് ശരി, അങ്ങനെയാണ് എല്ലാവരും ചെയ്യേണ്ടത്, പറയേണ്ടത്, ഇതൊക്കെയാണ് മാതൃകയാക്കേണ്ടത് എന്ന് ചിലരെ കുറിച്ചൊക്കെ നമ്മൾ പറയാറുണ്ട്. എന്നാൽ ഇസ്ലാം പറയുന്നത് എന്താണ്? പ്രവാചകൻ പറയുന്നത് വഹീന്റെ അടിസ്ഥാനത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന് വഹിയായി കൊടുത്തുകൊണ്ട് പറയുകയാണ്, അൻ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഉനബ്ബിഉകും ബിഖിയാരിക്കും. നമുക്കൊക്കെ ആഗ്രഹമുള്ളതാണ്, നിങ്ങളിലെ നല്ല മനുഷ്യൻ ആരാണ് എന്ന് ഞാൻ പറഞ്ഞു തരട്ടെയോ? ഖൈറായ മനുഷ്യൻ, ഏറ്റവും ഭാഗ്യശാലിയായ മനുഷ്യൻ ആരാണെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു കേട്ടയോ? സഹാബത്ത് പറയുകയാണ്, ബലാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ദൂതരെ പറഞ്ഞു തന്നാലും. പ്രവാചകൻ പറയുകയാണ്, ഖിയാറുക്കും അഖ്വലക്കും അഅ്മാറാ, നിങ്ങളിൽ ദീർഘായുസ് ലഭിച്ച ആളാണ് നിങ്ങളിലെ ഏറ്റവും നല്ല മനുഷ്യൻ. വഅഹ്സനകും അഖ്ലാഖാ, ദീർഘായുസ്സിനോടൊപ്പം നമുക്ക് ലഭിക്കേണ്ട മറ്റൊരു സൗഭാഗ്യമാണ് ഏറ്റവും നല്ല സ്വഭാവം എന്നാണ് പ്രവാചകൻ പറഞ്ഞത്. അപ്പൊ ദീർഘായുസ്സും സൽസ്വഭാവം ഒരുമിച്ച് കിട്ടിയ ആളാണ് ഏറ്റവും നല്ല സൗഭാഗ്യവാനായ നല്ല മനുഷ്യൻ എന്ന് പ്രവാചകൻ പറയുകയാണ്. ഈ സൽസ്വഭാവത്തിൽ പെട്ടതാണ് മുതിർന്നവരെ ആദരിക്കുക,
അനുസരിക്കുക എന്നുള്ളത്. എന്തിനാണ് മുതിർന്നവരെ ആദരിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നത്? അതുകൊണ്ട് നമുക്ക് എന്താ നേട്ടം എന്നതാ പ്രവാചകൻ പറയുന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാൽ അൽ ഖൈറു മഅ അകാബിറകും, നിങ്ങൾക്കുള്ള എല്ലാ ഖൈറും നിലനിൽക്കുന്നത് നിങ്ങളിലെ മുതിർന്നവർ കൂടെയാണ്. പ്രവാചകൻ പറഞ്ഞില്ലേ, കുട്ടികൾ, വയസ്സായ ആളുകൾ, നാൽക്കാലികൾ, ഇത് മൂന്നെണ്ണമാണ് നിങ്ങളുടെ നിലനിൽപ്പ് ലോകത്തേതാണ്. ഈ മൂന്നെണ്ണമാണ് നിങ്ങളുടെ നിലനിൽപ്പ് എന്നാ പറയുക. നമ്മളെന്താ പറയുക, ആ വയസ്സിലവിടെ ഉള്ളവർക്കോളം കാലയുടെ കാര്യങ്ങൾ നടക്കൂല എന്നാ പറയുക. സർവ്വ കയറും അവിടെയാണ് കടക്കുന്നത് എന്ന് നമുക്ക് അറിയാത്തതിന്റെ പേരിലാണ് പറയുന്നത്. ആ പറയുന്നത് പോലും നമ്മൾ ഭയപ്പെടേണ്ട വാക്കാണെന്ന് അർത്ഥം. ഇവിടെ പറയുന്ന പ്രകാരം അല്ല കയറും, എല്ലാ കയറും മഹ അകാബിറകും, നിങ്ങളിലെ മുതിർന്ന ആളുകൾ ഉള്ളവർത്താണ് ഉള്ളത് എന്ന് വേറൊരു റിപ്പോർട്ടിൽ പറയുകയാണ്. അൽ ബറക്കത്തു, എല്ലാ ബർക്കത്തും മഹ അകാബിറകും, നിങ്ങളിലെ മുതിർന്നവരുടെ കൂടെയാണ് എല്ലാ ഹൈറും ബർക്കത്തും എന്നുള്ളതാണ്. എന്നാൽ അവരിലൂടെയല്ല ഈ ഹൈറും ബർക്കത്തും എന്തൊക്കെയാണ്? അബൂ ദർദാ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന മറ്റൊരു സ്വഹീഹായ ഹദീസിൽ പറയുകയാണ്, ഫഇന്നമാ തുർസഖൂന വതുൻസറൂന ബിദുഅഫാഇകും. ആരാ സമൂഹത്തിലെ ദുർബലന്മാര്? കുട്ടികളും വയസ്സായ ആളുകളും. അവരാണല്ലോ ദുർബലന്മാരായ ആളുകൾ. ഫഇന്നമാ തുർസഖൂന, തീർച്ചയായും നിങ്ങൾക്കുള്ള റിസ്ക്, വതുൻസറൂന, അല്ലാഹുവിൽ നിന്നുള്ള നിങ്ങൾക്കുള്ള സഹായം, ബിദുഅഫാഇകും, നിങ്ങളിലെ ആ ദുർബലന്മാരുള്ളത് കൊണ്ടാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ ചെറിയ കുട്ടികള്, മുതിർന്ന ആളുകൾ, കാരണം ഇവർക്ക് രണ്ടാൾക്കും മറ്റുള്ളവരുടെ സഹായം ആവശ്യമാണ്. അതുകൊണ്ടാണ് അവർ ദുർബലരായി തീരുന്നത്. അപ്പൊ അവർ ഉള്ളത് കൊണ്ടാണ് കേട്ടോ നിങ്ങൾക്കുള്ള സഹായം ലഭിക്കുന്നത്, നിങ്ങൾക്കുള്ള റിസ്ക് ലഭിക്കുന്നത് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. പ്രവാചകൻ സ്വന്തം ഇഷ്ടപ്രകാരമല്ല ഈ വക വിഷയങ്ങളൊക്കെ പറയുന്നത്. വമാ യൻതിഖു അനിൽ ഹവ ഇല്ലാ വഹ്യൻ യൂഹ, പ്രവാചകൻ വഹീന്റെ അടിസ്ഥാനത്തിലല്ലാതെ സംസാരിക്കുകയില്ല, പ്രത്യേകിച്ച് ദീനിന്റെ വിഷയങ്ങൾ എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ കാലഘട്ടങ്ങളിൽ പലർക്കും ഭാരമായി തോന്നുന്നവരാണ് പ്രായം ചെന്ന ആളുകൾ, പ്രത്യേകിച്ച് അവരുടെ മാതാപിതാക്കൾ. കാലഘട്ടത്തിൽ അങ്ങനെയായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അത് അന്ത്യനാളിന്റെ ഒരു അടയാളവും കൂടിയാണ് എന്നതാണ്. അവരോട് വെറുപ്പിന്റെ ഒരു വാക്ക് പോലും പറയരുത് എന്നല്ലേ അള്ളാഹുവിന്റെ കൽപ്പനയുള്ളത്. ആ വാക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അവരോട് ഉഫ് എന്നൊരു വാക്ക് പോലും പറയരുത് എന്നുള്ളതാണ്. ഔഫ് എന്ന വാക്കിന് മലയാളത്തിൽ നമ്മൾ എങ്ങനെ പരിഭാഷ കൊടുക്കുന്നത്? ചേ എന്നൊരു വാക്ക് എന്നുള്ള പണ്ഡിതന്മാർ പറയുകയാണ്. ഒരു കാര്യത്തെ ഏറ്റവും മോശമാക്കി ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന ഏറ്റവും താഴേക്കിടയിലുള്ള വാക്കാണ് അറബിയിൽ ഉഫ് എന്നെങ്കിൽ മലയാളത്തിൽ ചേ എന്നൊരു വാക്ക് മാത്രമാണ് എന്ന. അപ്പൊ നമ്മുടെ കൂട്ടത്തില് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരാള്, നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്നു, ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു ഒക്കെ ചെയ്യുന്നു. പക്ഷെ മനുഷ്യ സഹജമായിട്ട് അവർക്ക് ഒരു വീഴ്ച വന്നാൽ നമ്മൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? ഒരിക്കലും ഒരു വാക്ക് കൊണ്ട് പ്രതികരിക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. കാരണം അദ്ദേഹത്തെ നമ്മൾ ഇഷ്ടപ്പെടുന്നു, അദ്ദേഹത്തെ നമ്മൾ ബഹുമാനിക്കുന്നു, അദ്ദേഹത്തെ നമ്മൾ ആദരിക്കുന്നു ഒക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഒരു വാക്ക് കൊണ്ട് അയാളെ പ്രതികരിക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. നമ്മളെന്താ പറയാ? മോശമായി, ഇത്രേ പറയുള്ളൂ. അതേ നമ്മൾ പ്രതികരിക്കാൻ കഴിയില്ല. അതുപോലും മാതാപിതാക്കളുടെ വിഷയത്തിൽ നിങ്ങൾ പറയരുത് എന്ന് പറയുമ്പോൾ അതിന്റെ ഗൗരവം എത്രത്തോളുണ്ടെന്ന് ആലോചിച്ചു നോക്കുക. പണ്ഡിതന്മാർ പറയുകയാണ്, ആ എന്നൊരു വാക്കിന്റെ താഴെ വല്ല വാക്കും ഉണ്ടായിരുന്നുവെങ്കിൽ അതും അല്ലാഹു നമ്മളോട് ഹറാമാക്കുമായിരുന്നു. അതുപോലെ നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളോട്, മുതിർന്നവരോട് പറയരുത് എന്ന് അല്ലാഹു പറയുമായിരുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, മാതാപിതാക്കൾക്ക് മക്കൾ ചെയ്യുന്ന സേവനം അള്ളാഹുവിന്റെ അടുക്കൽ പ്രിയപ്പെട്ട കർമ്മമായത് കൊണ്ടാണ് ആ സേവനത്തെ പരലോകത്ത് ആദ്യം ചോദ്യം ചെയ്യപ്പെടുന്ന ഇബാദത്തിനോടൊപ്പം ചേർത്ത് കൊണ്ടാണ് പറഞ്ഞത്. ഇവിടെ നോക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന സംഭവത്തെ കുറിച്ച് ഇബ്നു മസ്ഊദിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ പറയുകയാണ്, സഅൽതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
ഞാൻ നബിയോട് ചോദിച്ചു, അയ്യുൽ അഅ്മാലി അഹബ്ബു ഇലല്ലാഹ്, നബിയെ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവൃത്തി എന്തൊക്കെയാണ്? അപ്പൊ പ്രവാചകൻ പറഞ്ഞു കൊടുക്കുകയാണ് ഇബ്നു മസ്ഊദിന്, അസ്സലാത്തു അലാ വഖ്തിഹാ, നമസ്കാരം അതിന്റെ സമയത്ത് നിർവഹിക്കണം. അതാണ് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, എന്ന് വെച്ചാൽ പള്ളിയിലെ ജമാഅത്തിന്റെ സമയമാണ് അപ്പോൾ ഉദ്ദേശിക്കപ്പെടുന്നത്. പിന്നീട് ഇബ്നു മസ്ഊദ് ചോദിക്കുകയാണ്, സുമ്മ അയ്യ്, ഇനി ഏതാ രണ്ടാമത്തത്? പ്രവാചകൻ പറയുകയാണ്, ബിർറുൽ വാലിദൈനി, മാതാപിതാക്കൾക്ക് ചെയ്യുന്ന ആ പുണ്യകരമായ പ്രവർത്തനങ്ങൾ. മൂന്നാമത് വീണ്ടും ചോദിച്ചു ഇബ്നു മസ്ഊദ്, സുമ്മ അയ്യ്, മൂന്നാമത്തേതാണ് നബിയെ? അൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദ്. നോക്കുക, ആദ്യം പറഞ്ഞത് നമസ്കാരം, പിന്നെ പറഞ്ഞത് മാതാപിതാക്കൾക്കുള്ള സേവനം എന്നാ പറഞ്ഞത്. അപ്പൊ അത്രത്തോളം പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് മാതാപിതാക്കളോട്, മുതിർന്നവരോടുള്ള ബഹുമാനവും ആദരവും എന്നുള്ളതാണ്. അപ്പൊ വലിയവരോടുള്ള മര്യാദ പാലിക്കാത്തവരെ കുറിച്ച്, അത് ജനങ്ങൾക്ക് പഠിപ്പിക്കാത്തവരെ കുറിച്ച് വളരെ ഗൗരവത്തിലാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരം സൂചിപ്പിച്ചത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നമുക്ക് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ പറയുകയാണ്, ലൈസ മിന്നാ മൻ ലം യുവഖിറുൽ കബീറു വയർഹമുൽ സഗീറു വയഅ്മുറു ബിൽ മഅറൂഫി വയൻഹ അനിൽ മുൻകർ. അത് വലിയവരെ ബഹുമാനിക്കാത്തവരും ചെറിയവരെ സ്നേഹിക്കാത്തവരും നന്മ കൽപ്പിക്കാത്തവരും തിന്മ വിരോധിക്കാത്തവരും മുസ്ലിമല്ല. അപ്പൊ ഇത് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കണമെന്നാണ് ഈ ഹദീസിന്റെ പൊരുള് നമ്മളെ അറിയിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് വാർദ്ധക്യത്തിലെത്തിയവര് ഇന്ന് പലരും വിലയിരുത്തുന്നത് പോലെ ആർക്കും വേണ്ടാത്ത ഒരു മുടക്കാ ചരക്കുകളല്ല. അവർ വാർദ്ധക്യത്തിലേക്ക് എത്തുന്നതോടുകൂടി അവരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന മതം അത് ലോകത്ത് ഇസ്ലാം മതം മാത്രമാണല്ല. യുദ്ധഭൂമിയിൽ വരെ അവരെ പ്രത്യേകം പരിഗണിക്കണമെന്നാണ് അള്ളാഹുവിന്റെ റസൂല് യോദ്ധാക്കൾക്ക് നൽകിയ ഉപദേശം എന്നുള്ളതാണ്. ലാ തൻഫിഉ ശൈബ, നിങ്ങൾ നര വന്നാൽ പറിച്ചു കളയരുത്. ഫഇന്നഹു നൂറു യൗമൽ ഖിയാമ, അത് നിങ്ങൾക്ക് അന്ത്യനാളിൽ പ്രകാശമാണ്. മൻ ശാബ ശൈബതൻ കതബല്ലാഹു ലഹു ബിഹാ ഹസന, ഒരാൾക്ക് നര വന്നു കഴിഞ്ഞാൽ അതൊരു നന്മയായി അള്ളാഹു രേഖപ്പെടുത്തും അവന്. വഹത്ത അൻഹു ബിഹാ ഖതീഅതൻ, മാത്രമല്ല അവന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ തിന്മ ആ നര കാരണം അള്ളാഹു മായ്ച്ചു കളയും. അള്ളാഹുവിന് പദവി ഉയർത്തിക്കൊടുക്കുകയും ചെയ്യുന്ന ഒരു സംഘം മുഹദ്ദിസുകൾ ചെയ്ത ഒരു ഹദീസ് കൂടിയാണ് എന്നുള്ളതാണ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ പറയുകയാണ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, റസൂലുള്ളാഹി പറഞ്ഞു, ഇത്തലിഖു ബിസ്മില്ലാഹ് വബില്ലാഹ്, നിങ്ങൾ അള്ളാഹുവിന്റെ നാമത്തിൽ ഇറങ്ങിത്തിരിക്കുക, അഥവാ യുദ്ധഭൂമിയിലേക്ക് പോവുക. വഅലാ മില്ലത്തി റസൂലില്ലാഹ്, നിങ്ങൾ പോകുമ്പോൾ അള്ളാഹുവിന്റെ റസൂലിന്റെ ചര്യ അത് നിങ്ങൾ അനുസരിക്കണം, പാലിക്കണം. എന്താണ് നിങ്ങൾ പാലിക്കേണ്ടത് യുദ്ധഭൂമിയിൽ? വലാ തഖ്തലൂ ശൈഖൻ ഫാനിയ, വൃദ്ധരായ ആളുകളെ നിങ്ങൾ കൊന്നുകളയരുത്. വലാ തിഫ്ലൻ സഗീറ, കുട്ടികളെയും നിങ്ങൾ കൊന്നുകളയരുത്. വലാ ഇംറഅതൻ വലാ തഖ്ലൂ അതോടൊപ്പം തന്നെ സ്ത്രീകളെയും നിങ്ങൾ കൊന്നുകളയരുത്. അവരുടെ സമ്പത്ത് നിങ്ങൾ കൈക്കലാക്കേണ്ട തിരക്കും നിങ്ങൾ കൂട്ടിപ്പോകരുത് കേട്ടോ. നിങ്ങൾ ആ യുദ്ധഭൂമിയിൽ ചെയ്യേണ്ടത് ഏറ്റവും നല്ല കാര്യങ്ങൾ പ്രവർത്തിച്ച് ഏറ്റവും നല്ല വ്യക്തിത്വങ്ങളായി മാറുക. സുഹൃതവാന്മാരെയാണ് കേട്ടോ അള്ളാഹു ഇഷ്ടപ്പെടുക എന്നുള്ള ഇത്തരത്തിലൊരു തത്വസംഹിത ലോകത്തിന് മുമ്പിൽ ആരാൻ സമർപ്പിച്ചുള്ള ഇസ്ലാം മതം മാത്രമാണ് എന്നുള്ള നബിന്റെ മരണശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിച്ച ഒരു സൈന്യം യുദ്ധത്തിന് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ അവിടെ ഒന്നാമത്തെ ഖലീഫയാകുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആ സൈന്യത്തോട് ഒരുപാട് വസിയത്തുകൾ നൽകുകയുണ്ടായി.
ആ വസിയത്ത് നൽകിയ കൂട്ടത്തിൽ പ്രത്യേകം അദ്ദേഹം എടുത്തു പറഞ്ഞെന്താണെന്നറിയോ? ഞാൻ ഈ നൽകുന്ന ഉപദേശങ്ങൾ നിങ്ങൾ മനഃപ്പാഠമാക്കി സൂക്ഷിക്കണം കേട്ടോ. നിങ്ങൾ യുദ്ധഭൂമിയിൽ വെച്ചുകൊണ്ടാകട്ടെ മറ്റൊരിടത്തുമാകട്ടെ, നിങ്ങൾ ഒരിക്കലും തന്നെ പരസ്പരം തെറ്റിക്കൊടുക്കരുത്. നിങ്ങൾ പരസ്പരം പെരുമ നടിക്കാനും പാടുള്ളതല്ല. നിങ്ങൾ വഞ്ചന കാണിക്കാൻ പാടുള്ളതല്ല. മറ്റുള്ളവരെ പോലെ നിങ്ങൾ എന്ത് ചെയ്യണം? മറ്റുള്ളവരെ പോലെ ആകാനുള്ള ശ്രമങ്ങൾ നടത്താൻ പാടുള്ളതല്ല. അങ്ങനെയാകുന്ന ആളുകള് അവനെ പോലെ ആയി മാറുക, മറ്റുള്ളവനെ പോലെ ആയി മാറുക, വസ്ത്രധാരണത്തില്, മുടിവെട്ടുന്നതിലും അതുപോലെ നിങ്ങളാകാൻ പാടുള്ളതല്ല. സ്ത്രീകള്, വൃദ്ധര്, കുട്ടികള് നിങ്ങൾ ഒരിക്കലും കൊന്നുകളയരുത് കേട്ടോ. യുദ്ധഭൂമിയില് വൃക്ഷങ്ങളെ നശിപ്പിക്കരുത്, ഭവനങ്ങളെ നശിപ്പിക്കരുത്. ഇതൊക്കെയാണ് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനന്തരവന്മാരും ഈ സമൂഹത്തോട് വസിയ്യത്ത് ചെയ്തത് എന്നുള്ളതാണ്. അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ പറയുകയാണ്, ഇന്ന മിൻ ഇജ്ലാലില്ലാഹി ഇക്റാമി ദിശൈബൽ മുസ്ലിം. മാത്രമല്ല വഹാമിലുൽ ഖുർആനി ഗൈറ ഹാദി ഫീഹി വൽ ജാഫി അൻഹു വഇക്റാമു ദിസ്സുൽത്താനിൽ മുഖ്സിദ്. അബൂ ദാവൂദ് ഉദ്ധരിച്ച സ്വഹീഹായ ഹദീസിൽ പറയുകയാണ്, വാർദ്ധക്യത്തിലെത്തിയവരെയും ഖുർആൻ പഠിച്ചവരെയും നീതിമാനായ ഭരണാധികാരികളെയും ബഹുമാനിക്കൽ അള്ളാഹു അവർക്ക് നൽകിയ മഹത്വത്തിൽപ്പെട്ടതാകുന്നു എന്നത്. പറയുകയാണ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ലൈസ മിൻ ഉമ്മത്തി, എന്റെ സമുദായത്തിൽപ്പെട്ടവരല്ല, മല്ലം യുജല്ലി കബീറന വയർഹമു സഗീറന, വലിയവരെ ബഹുമാനിക്കാത്തവർ, ആദരിക്കാത്തവർ, ചെറിയവരെ സ്നേഹിക്കാത്തവർ, അവരോട് കരുണ കാണിക്കാത്തവർ എന്നുള്ളതാണ്. ഒരിക്കൽ ഒരു മനുഷ്യൻ തന്റെ പിതാവിനെ കുറിച്ച് പ്രവാചകന്റെ അടുക്കൽ വന്നുകൊണ്ട് കംപ്ലൈന്റ് പറയുകയാണ്. എന്താണ് അദ്ദേഹം പറഞ്ഞ കംപ്ലൈന്റ് അറിയട്ടെ? അദ്ദേഹം വന്ന് പറയുകയാണ്, പ്രവാചകരെ, എന്റെ സമ്പത്ത് എന്റെ അനുവാദമില്ലാതെ എന്റെ ഉപ്പ എടുത്തുകൊണ്ടുപോയിന്ന്. മകൻ വന്ന് വാപ്പായുടെ രസത്തോട് പറയണ്, എന്റെ വാപ്പ വന്ന് എന്റെ സമ്പത്ത് എന്റെ അനുവാദമില്ലാതെ എടുത്തുകൊണ്ടുപോയി എന്ന് പറഞ്ഞപ്പോ പ്രവാചകനെ കൊണ്ട് മറുപടി എന്നതറിയാ, അന്താലുക്കാരി അബീക, നീയും നിന്റെ സമ്പത്തും ഒക്കെ നിന്റെ വാപ്പാന്റെ മുതലാണ് കേട്ടോ. അപ്പൊ പിന്നെ നിന്റെ സമ്മതം ചോദിച്ചിട്ട് വേണ്ട വാപ്പാക്ക് എടുക്കാനേ അതിന് മറുപടി മനസ്സിലാക്കി തരുത്. എന്നിട്ട് അല്ലാഹു റസൂൽ പറയാണ്, ഇന്ന ഔലാദുക്കും മിൻ അബിയബിക്കും ഫഖുലൂമിൻ അവ്വാലിക്കും. നിങ്ങൾ ഒന്നാമത്തെ സമ്പത്തും ഏറ്റവും നല്ല സമ്പത്തും അത് നിങ്ങളുടെ മക്കളാണ്. ആ മക്കളുടെ സമ്പാദ്യമാണ്. അത് നിങ്ങൾ ഭക്ഷിച്ചു കൊള്ളുക, നിങ്ങൾ ഉപയോഗിച്ചു കൊള്ളുക എന്ന് പ്രവാചകൻ ആ സഹാബിയോട് ഉപദേശിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, മാതാപിതാക്കളുടെ കാര്യത്തിലും വാർദ്ധക്യത്തിൽ എത്തിയവരും പ്രത്യേകിച്ചും സൂക്ഷ്മത പാലിക്കാൻ ഭാഗ്യം കിട്ടിയവരും മക്കളും അവരെ പോലത്തവരുമാണ് ഇവിടെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. നിങ്ങൾ അല്ലാഹുവിന്റെ അടുക്കൽ ആദരവിന്റെ അർഹത നേടുന്നത് സൂക്ഷ്മത പാലിച്ച് ജീവിക്കുന്ന ജനതയാണെന്ന. റമളാൻ മാസം നമുക്ക് റമളാൻ നോമ്പ് നിർബന്ധമാക്കിയത് തന്നെ നിങ്ങൾ സൂക്ഷ്മതയുള്ള ഒരു ജനവിഭാഗമായി മാറുന്നതിന് വേണ്ടി എന്നുള്ള. അത് നമ്മൾ എല്ലാ രംഗത്തും എന്നതുപോലെ മാതാപിതാക്കളെയും മുതിർന്നവരെയും ചെറിയവരെയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നത് കൂടി കാത്തു സൂക്ഷിക്കാൻ നമ്മൾ എല്ലാവരും തയ്യാറാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ സഹജമായും അല്ലാതെയൊക്കെ നമ്മൾ വന്നുപോയ വീഴ്ചകൾ അവന്റെ കാരുണ്യം കൊണ്ട് മാപ്പ് നൽകി അവൻ ആദരിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു തൃപ്തിപ്പെടുന്ന വാക്കുകൾ പറയാൻ, അള്ളാഹു തൃപ്തിപ്പെടുന്ന പ്രവർത്തനങ്ങൾ കൊണ്ട് ജീവിതം ധന്യമാക്കി തീർക്കാൻ, അള്ളാഹു ഇഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഒരാളായി മാറാൻ അള്ളാഹു നമ്മളെയും നമ്മുടെ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളെയും മുസ്ലിം ഉമ്മത്തിനെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവേ, വിശുദ്ധ റമദാനിന്റെ ഓരോ രാത്രികളിലും എണ്ണമറ്റ ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെയും കുടുംബത്തിലെ എല്ലാ അംഗങ്ങളെയും
മുസ്ലിം ഉമ്മത്തിനെയും ഉൾപ്പെടുത്തി നീ അനുഗ്രഹിക്കണം റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ നിർവഹിച്ചതായ ഫർളും സുന്നത്തുമായ എല്ലാ ഇബാദത്തുകളും, ഞങ്ങൾ നിർവഹിച്ചതായ ദാനധർമ്മങ്ങൾ, ഞങ്ങൾ നിർവഹിച്ചതായ പരിശുദ്ധ ഖുർആൻ പാരായണവും മറ്റ് സൽക്കർമ്മങ്ങളും ജീവകാരുണ്യപരമായ പ്രവർത്തനങ്ങളും എല്ലാ പോരായ്മകളും പരിഹരിച്ച് ഞങ്ങളിൽ നിന്ന് പരിഗണിക്കണം റബ്ബേ. അല്ലാഹുവേ, നാളത്തെ ജീവിതത്തിൽ ഏറ്റവും നല്ലൊരു മുതൽക്കൂട്ട് തയ്യാറാക്കിക്കൊണ്ട് അഭിമാനത്തോടുകൂടി നിന്റെ മുമ്പിൽ വന്നു നിൽക്കാനും നീ ഞങ്ങളെ സഹായിക്കണം റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും ഈ ഉമ്മത്തിൽ നിന്നും നിന്റെ അടുക്കലേക്ക് എത്തിപ്പെട്ടിട്ടുള്ള എല്ലാവർക്കും നിന്റെ മഹത്തായ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അവിടെയൊക്കെ ബർസഖി ജീവിതം നീ ധന്യമാക്കി കൊടുക്കണം റബ്ബേ. പാപികളാകുന്ന ദോഷികളാകുന്ന ഞങ്ങളുടെ ജീവിതത്തിലെ സകലമായ പാപത്തിന്റെ കറകൾ അല്ലാഹുവേ, ഈ വിശുദ്ധ റമളാൻ ഞങ്ങളോട് വിട പറയുന്നതോടൊപ്പം തന്നെ ഞങ്ങളുടെ പാപങ്ങളൊക്കെ ഈ പുറത്തപ്പെട്ടവരായി നീ ഞങ്ങൾ അനുഗ്രഹിക്കണം റബ്ബേ. പ്രാർത്ഥനകൾക്ക് ഉത്തരം നേടിയെടുക്കാൻ ഭാഗ്യം കിട്ടിയ സാലിഹീങ്ങളായ നിന്റെ അടിയാറുകളുടെ അടിയാറുകളുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെയും ഉൾപ്പെടുത്തി ആദരിക്കണം റബ്ബേ. اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار اللهم انا نسألك من خير ما سألك منه نبيك محمد صلى الله عليه وسلم ونعوذ بك من شر ما استعاذ منه نبيك محمد صلى الله عليه وسلم. أنت المستعان وعليك البلاغ ولا حول ولا قوة إلا بالله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. آمين 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 برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته.